ചില കാര്യങ്ങളിൽ ഒരു തീരുമാനം എടുക്കാനാ ഞാൻ നിങ്ങളോട് എല്ലാവരോടും വരാമോ എന്ന് ചോദിച്ചത്. എന്ത് കാര്യത്തിന്? നിങ്ങളുടെ മകളുടെ കാര്യത്തിൽ തന്നെയാ. ഞാൻ അഷിതയുടെ കാര്യമല്ല പറഞ്ഞത്. പിന്നെ ഗീജ, ഞാൻ ദുർഗയുടെ കാര്യാ പറഞ്ഞത്. അല്ല, ദുർഗയ്ക്ക് എന്തു പറ്റി? മുത്തശ്ശി, മോളെ, ഇതെന്താ പെട്ടെന്ന്? അതെ, പൂർണിമ വരാൻ പറഞ്ഞിട്ട് വന്നതാ. നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന്. ആരും ടെൻഷൻ ആവണ്ട. ഒരു നല്ല കാര്യം പറയാനാ ഞാൻ എല്ലാരെയും ഒന്നിച്ച് വിളിപ്പിച്ചത്. നമ്മളാരും കിരണിന്റെയും ദുർഗയുടെയും വിവാഹം നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇവരുടെ വിവാഹം ഒന്നുകൂടി ഗ്രാൻഡ് ആയിട്ട് നടത്താൻ ഞാൻ തീരുമാനിച്ചു. എന്താ ചേച്ചി ഇത്? എന്തിനാ വെറുതെ ഒരാവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? നിന്റെ ചേച്ചി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ പല അർത്ഥങ്ങളും ഉണ്ടാവുന്ന നിനക്കറിഞ്ഞൂടെ? അല്ല, പൃഥ്വി പറഞ്ഞത് ശരിയല്ലേ? ഞങ്ങള് വീട്ടുകാർക്ക് പോലും ഒരു വിലയും തരാതെ തന്നിഷ്ടത്തിന് ഒളിച്ചോടി കല്യാണം കഴിച്ച ഇവൾക്ക് എന്തിനാ ഇനി വേറെ കല്യാണം? ആന്റി, കഴിഞ്ഞ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. ഇവരെ നല്ല രീതിയിൽ നാടും നാട്ടുകാരും അറിഞ്ഞ് ആർഭാടമായി വിവാഹം നടത്തി കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ദേ, മുത്തശ്ശിക്കും ദുർഗയുടെ അച്ഛനും ഒക്കെ അതേ ആഗ്രഹം ഉണ്ടാവും. പലർക്കും പല ആഗ്രഹങ്ങളും ഉണ്ടാവും. അതൊക്കെ നടത്താൻ വെറുതെ ഒരു പ്രയോജനവും ഇല്ലാതെ കാശ് കളയേണ്ട കാര്യമുണ്ടോ? പണത്തെ പറ്റി ആന്റി ടെൻഷൻ ആവണ്ട. ഇവിടെ ആവശ്യത്തിനുള്ള ക്യാഷ് ഉണ്ട്. പൂർണിമേ, കാശ് ആവശ്യത്തിലധികം ഉണ്ടെന്നും കരുതി അതിങ്ങനെ വെറുതെ ചെലവായി കളയുന്ന തെറ്റല്ലേ? ചെറിയച്ഛൻ എന്താ അങ്ങനെ പറയുന്നത്? കിരണും ദുർഗയും വഴിയെ പോകുന്ന ആരെങ്കിലും ആണോ നമുക്ക്? ആരും ഇല്ലാത്തവരും അല്ലല്ലോ. ദുർഗ അഷിതയുടെ ചേച്ചിയല്ലേ? എന്തുവാ പൂർണിമേ, അതൊന്നും അല്ലാന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ അതിന്റെ പേരിലേ നമ്മളൊരു ഗ്രാൻഡ് ഫംഗ്ഷൻ നടത്തി വീണ്ടും ഒരു കല്യാണം നടത്തുന്നു പറഞ്ഞാൽ അതൊന്നും ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല, അല്ലേ? ശരിയാ ചേച്ചി. ഞങ്ങൾക്ക് എന്തിനാ ഇനിയും കല്യാണം? ഞങ്ങൾ അമ്പലത്തിൽ വെച്ച് ഓൾറെഡി വിവാഹം കഴിച്ചതല്ലേ. വീണ്ടും എന്തിനാ? ഞങ്ങള് കാരണം ഈ വീട്ടിലൊരു വഴക്കും തർക്കമൊന്നും വേണ്ട. ഇത് വിട്ടേക്ക് ചേച്ചി. അതൊന്നും പറ്റില്ല ദുർഗ. ഞാനൊന്ന് തീരുമാനിച്ചാൽ അത് നടത്തിയിരിക്കും.